മാസ്ക് കഴിച്ചിട്ടുണ്ടോ? മറ്റൊരു പാടകളുണ്ട്, മറ്റേ കേശു. എന്താണ് പഠിക്കാൻ പോകുന്നത്? അതായത് ഫീമെയിലിൻ്റെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്? ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എന്തുട്ടാണ് പേര് പറയുന്നത്? ഊജനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കോ. ഊജനസിസ്. ഷുവന്നോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇന്നലത്തെ ഓർമ്മയുണ്ടോ? ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നലെ നമ്മൾ എന്തായാലും പേരെന്ന് പറഞ്ഞ നമ്മൾ ഓക്കെ സ്പെർമറ്റോജനസിസ് പറയുന്ന സമയത്ത് ജേം സെല്ലാണ് പിന്നീട് എന്ത് ചെയ്തിട്ടുള്ളത്? മൈറ്റോസിസ് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ മൈറ്റോസിസ് സംഭവിച്ചതിന് ശേഷമാണ് എന്തുണ്ടായിട്ടുള്ളത്? സ്പെർമറ്റോഗോണിയ ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായല്ലോ? അതായത് മെയിലാണെന്നുണ്ടെങ്കിൽ ജേം സെൽ ഉണ്ടായിരുന്നു. ജേം സെല്ല് എപ്പോഴാണത്, ഏത് ടൈമിലാണെന്ന് പറഞ്ഞേ? ഏത് ടൈമിൽ ഇങ്ങനെ ഉണ്ടാവുന്നത്? പ്യൂബർട്ടി ടൈമിലാണ് ഇങ്ങനെ സംഭവം നടക്കുന്നത്. ജേം സെല്ല് പ്യൂബർട്ടി ടൈമിലാണ് മൈറ്റോസിസ് നടന്നതിന് ശേഷം സ്പെർമറ്റോഗോണിയ ഉണ്ടാവുന്നത്. മനസ്സിലായല്ലോ? പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഓൾറെഡി സ്പെർമറ്റോഗോണിയ അല്ലേ നമ്മുടെ മെയിലുണ്ടായിരുന്നത്. ഇവിടെ ഊഗോണിയാണ് ഫീമെയിലുള്ളത്. ആക്ച്വലി ബൈ ബർത്ത് തന്നെ ഊഗോണിയ ഉണ്ട്. മെയിലാണെന്നുണ്ടെങ്കിൽ പ്യൂബർട്ടി ടൈമിലാണ് ആദ്യം എന്തുണ്ടായിരുന്നു? എന്ത് സെല്ലാന്ന് പറഞ്ഞു? ജേം സെല്ലിന് മൈറ്റോസിസ് സംഭവിച്ചു. അതിനുശേഷം ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകളായിട്ട് തന്നെ വന്നു എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് 2n സ്റ്റേജിൽ 46 ക്രോമസോംസ് ആയിട്ട്. എന്നിട്ടാണ് എന്തുണ്ടായത്? സ്പെർമറ്റോഗോണിയ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഇവിടെ ഓൾറെഡി എന്തുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്? ഊഗോണിയ ഉണ്ട്, ബൈ ബർത്ത് തന്നെയുണ്ട്. സെല്ലുകളാണെന്ന് മനസ്സിലായി, സെല്ലുകളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെല്ല് ഓൾറെഡി ഉണ്ട് ഇവിടെ. ഓക്കെ, ഇതിൽ നിന്നാണ് പിന്നീട് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഊഗോണി ഉണ്ട് എപ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് ഇട്ടാ. അപ്പോൾ അത് ആദ്യത്തെ ഡിഫറൻസ് വയ്ക്ക്. മറ്റേതിലാണെന്നുണ്ടെങ്കിൽ പ്യൂബർട്ടി ടൈമിലാണ് ഉണ്ടാവുന്നത്. ഇവിടെ പക്ഷേ ഊഗോണിയ എന്ന് പറയുന്ന സമയത്ത് ബൈ ബർത്ത് തന്നെ ഊഗോണിയ ഉണ്ടാവുന്നുണ്ട്. അഡോളസൻസ് ശരിക്കും 18 years of age ആണ്. പ്യൂബർട്ടിയാണ് നമുക്ക് 11-12 എന്നൊക്കെ പറയുന്നത്. ശരിക്കും പ്യൂബർട്ടി ടൈമിലാണ് ശരിക്കും ഡിഫറൻസ് ഒക്കെ അറിയാൻ പറ്റും. നമുക്ക് ഒരുപാട് ഡിഫറൻസ് കാണാൻ പറ്റും. നമുക്ക് ഒന്നാമത്തത് നമ്മൾ പറഞ്ഞിരുന്നു, ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ആണ് ആദ്യത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. ആ സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ മേ ബി എന്താവാനായിട്ടുള്ളത്, ഇങ്ങനെ നമ്മുടെ ആ ഒരു പ്യൂബർട്ടി സ്റ്റേജിലേക്ക് ആവുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് മേ ബി ചിലവർക്ക് ടൈമിങ് വേരിയേഷൻ വരാട്ടോ. ചിലവർക്ക് ഇപ്പോൾ ചില വീട്ടിലൊക്കെ ഒരു 8th ആകുമ്പോഴത്തേനും ഇങ്ങനെ നടക്കും. ചിലപ്പോൾ 6th 7th ആയിട്ടും ഇങ്ങനെ നടക്കാം. ചിലപ്പോൾ ഇനി 9th 10th ചിലപ്പോൾ ഇങ്ങനെ ആവാത്തതുണ്ട്. അത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന്. അപ്പോൾ എന്തൊരു പറഞ്ഞു നമ്മൾ വേറൊരു കാര്യം ചോദിച്ചില്ല എന്നോട്. അഡോളസൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അഡോളസൻ ശരിക്കും 18 age ആണ് പറയുന്നത്. ഇത് പറയുന്നത് പക്ഷേ 11-12 ഏജിലൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഊഗോണിയ ബൈ ബർത്ത് ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ഊഗോണിയാണ്, സെല്ലുകളാണ്. ഓക്കെ, ഊഗോണിയാണ്. അതിന് മിയോസിസ് 1 സംഭവിക്കും. മിയോസിസ് 1. ഓക്കെ, മിയോസിസ് 1 സംഭവിക്കും. ഓ ഷിറ്റ്. പറ്റേ. അപ്പോൾ എന്ത് സംഭവിച്ചു? മിയോസിസ് 1 സംഭവിച്ചു. ഒന്ന് പറഞ്ഞുതരാം ബ്രീഫായിട്ട്. മിയോസിസ് മറ്റേതിലാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ സ്പേമിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിച്ചത്? മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിച്ചിട്ടാണെന്നുണ്ടായിട്ടുള്ളത്. ഒന്ന് പറഞ്ഞ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ ഏറ്റവും ആദ്യം ജേം സെൽസ്,
ഓക്കെ, നമുക്കതൊന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇതിലേക്ക് പോകാം. സംഭവം ഒന്ന് വരച്ച് നോക്കണം കേട്ടോ. സംഭവം രണ്ട് ഈസിയാണ്. പക്ഷേ അപ്പോൾ ഒന്ന് നോക്കിയാൽ ഫസ്റ്റ് ജെംസിലുണ്ടായിരുന്നു 2N സ്റ്റേജിൽ, അതിന് മൈറ്റോസിസ് സംഭവിച്ചിട്ട് ഡിപ്ലോയിഡ് സ്റ്റേജിൽ തന്നെ, അതിന് ശേഷം വീണ്ടും മൈറ്റോസിസ് വന്നിട്ട് എന്ത് ചെയ്തു 2N ഇതിനെ പറയുന്നതാണ് സ്പെമറ്റോഗോണിയ. അതിന് ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു പോർഷനാണ് സ്പെമറ്റോഗോണിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇതിലത്തെ ഒരെണ്ണത്തിന് പിന്നെ ഗ്രോത്ത് സംഭവിച്ചു, അതായത് സ്പെമറ്റോഗോണിയയ്ക്ക് ഗ്രോത്ത് സംഭവിച്ചിട്ടാണ് പ്രൈമറി സ്പെമറ്റോസൈറ്റ് ഉണ്ടാകുന്നത്. ഇതിലേതെങ്കിലും ആവാം. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു സ്പെമറ്റോഗോണിയയ്ക്കാണ് ഗ്രോത്ത് സംഭവിച്ചിട്ട് പ്രൈമറി ഉണ്ടാകുന്നത്. അതിനുശേഷം മിയോസിസ് 1 അവിടെ നമ്മൾ പറഞ്ഞിരുന്നു റിഡക്ഷൻ ഡിവിഷനാണെന്ന് പറഞ്ഞു. പിന്നെയാണ് സെക്കൻഡറി സ്പെമറ്റോസൈറ്റ് ഉണ്ടാകുന്നത്. അതിനുശേഷം എന്തുണ്ടായി, സ്പെമാറ്റിഡ് എന്നുണ്ടായി. അതിനുശേഷം അതാണ് സ്പേമായിട്ട് മാറുന്നത്. ആ പ്രോസസ്സിനെയാണ് സ്പെർമിയോ ജെനസിസ് എന്ന് പറഞ്ഞത്. പിന്നെ അത് പുറത്തേക്ക് വരുന്ന പേര് പറഞ്ഞല്ലോ നമ്മൾ. ഓക്കെ, അപ്പോൾ ഊഗോണിയ നമുക്ക് ബൈ ബർത്ത് തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബൈ ബർത്ത് തന്നെ ഊഗോണിയ ഉണ്ട്. അതിലത്തെ ഒരു ഊഗോണിയ ഏതെങ്കിലും ഒരു സെല്ല്, അതിനെന്ത് സംഭവിച്ചു, സെല്ലാണ് കേട്ടോ. ഊഗോണിയ എന്നൊക്കെ പറഞ്ഞാൽ സെല്ലുകളാണ്. ആ സെല്ല് അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. ഓക്കെ, മിയോസിസ് 1 സംഭവിച്ചു. മിയോസിസ് 1 സംഭവിച്ചു. മിയോസിസ് 1ൽ പ്രോഫേസ് 1. ഇതിൽ കുറേ ഫേസുകളുണ്ട്. പ്രോഫേസ്, അനാഫേസ്, മെറ്റഫേസ്, ടീലോഫേസ് കൊണ്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. ഇതിപ്പോൾ ജസ്റ്റ് ബ്രീഫായിട്ട് ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. മിയോസിസ് 1 സംഭവിച്ചു, പ്രോഫേസ്. ഓക്കെ, അതിലിവിടെ സ്റ്റക്ക് ആവണം. അതായത് പ്രൊഫേസിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ പ്രൊഫേസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ മിയോസിസ് 1ൽ പ്രൊഫേസ് 1ൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഊഗോണിയ ഉണ്ടായിരുന്നു ബൈ ബർത്ത്, അതിന് മിയോസിസ് സംഭവിച്ചു. പിന്നെ എന്താണ് ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ ഊഗോണിയയ്ക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ആ ഗ്രോത്ത് ഉണ്ടായിട്ട് കുറച്ചും കൂടി വലിയൊരു സെല്ല് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതിൽ സ്പെമറ്റോഗോണിയ, അതിന് ഗ്രോത്ത് സംഭവിച്ചിട്ട് എന്തുണ്ടായെന്ന് പറഞ്ഞേ, പ്രൈമറി സ്പെമറ്റോസൈറ്റ് ഉണ്ടായി. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഗ്രോത്ത് സംഭവിച്ചിട്ട് ഉണ്ടാവുന്നത് പ്രൈമറി ഊസൈറ്റ് ആണ്. മറ്റേതിൽ സ്പെമറ്റോസൈറ്റ് ആയിരുന്നു, ഇവിടെ എന്തായിരുന്നു, ഊസൈറ്റ് ആണ് ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ. അതിന് അഗെയിൻ ഗ്രോത്ത് സംഭവിച്ചു. ഓക്കെ, ഇവിടെ ഒന്നുകൂടി പറഞ്ഞേ. ഫസ്റ്റ് എന്താണ്, ബൈ ബർത്ത് എന്നുണ്ടെന്ന് പറഞ്ഞാൽ ഊഗോണിയ ഉണ്ടായിരുന്നു. ഊഗോണിയ എന്നൊക്കെ പറഞ്ഞ സെല്ലുകളാണ്. അപ്പോൾ ഒരെണ്ണത്തിനാണ് പറയുന്നത് അതിന് ഗ്രോത്ത് സംഭവിച്ചു. മിയോസിസ് സംഭവിച്ചു, മിയോസിസ് 1. അതിൽ പ്രോഫേസ് 1ൽ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടായി, ഇതിന് കുറച്ചും കൂടി ഗ്രോത്ത് സംഭവിച്ചിട്ട് എന്തായി മാറി, പ്രൈമറി ഊസൈറ്റ് ആയിട്ട് മാറി. ഓക്കെ, ആ പ്രൈമറി ഊസൈറ്റിന് വീണ്ടും ഗ്രോത്ത് സംഭവിച്ചു. മനസ്സിലായല്ലോ, ഗ്രോത്ത് സംഭവിച്ചു. ആ ഗ്രോത്ത് ഇപ്പോൾ നോക്കിയേ, ഈ സെല്ലിനെ നോക്കിയത് മാത്രം നോക്കിയേ, ഈ ഒരു സെല്ലിനെ മാത്രം നോക്കിയേ, അത് തന്നെയല്ലേ ഇവിടെ. ഇതിനെന്ത് സംഭവിച്ചിട്ടുണ്ട്, ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ അവിടെ ന്യൂക്ലിയസ് ഉണ്ട്, ആ സെല്ലിൻ്റെ പുറത്തുള്ള മെമ്പറൈനും കാണപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് പുറത്ത് എന്ത് വന്നിട്ടുണ്ട്, ഒരു പുതിയൊരു സ്ട്രക്ചർ വന്നിട്ടുണ്ട്. അതിനെ പറയുന്നതാണ് ഗ്രാനുലോസ സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാനുലോസ സെൽസിൻ്റെ ഒരു ലെയർ പോലെ ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ. ആ ഗ്രാനുലോസ സെൽസ് വന്നു കഴിഞ്ഞാൽ ഇതിനെ പറയുന്ന പേരാണ് പ്രൈമറി ഫോളിക്കിൾ. മനസ്സിലായല്ലോ, പ്രൈമറി ഫോളിക്കിൾ. ഇത് ഏകദേശം ഉണ്ടാകുന്നത് 60,000 മുതൽ 80,000 വരെ പ്യൂബർട്ടി സ്റ്റേജിലുണ്ടാവും. പ്യൂബർട്ടി സ്റ്റേജിൽ ഉണ്ടാകുന്ന നമ്പറാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, 60,000 മുതൽ 80,000 വരെ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ പ്രൈമറി ഫോളിക്കിൾസ്, അതായത് നമ്മൾ പറഞ്ഞില്ലേ ഈ സംഭവമില്ലേ, ഇത് ഒരെണ്ണത്തിൻ്റെ മാത്രമാണ് എടുത്തത്. അല്ല, ഇതിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ തന്നെ കുറേ ഡിവിഷൻസ് ഉണ്ടാവും. ഇത് കുറേ ഉണ്ടാവും, അതിൽ ഒരെണ്ണം മാത്രമാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഒരെണ്ണം മാത്രമല്ല ഇത് ഉണ്ടാവുന്നത്, ഇത് കുറേ ഉണ്ടാവുന്നത്, ജസ്റ്റ് ഒരെണ്ണം പറഞ്ഞു. അപ്പോൾ പ്രൈമറി ഫോളിക്കിൾസിൻ്റെ 60,000 to 80,000 ആണ് പ്യൂബർട്ടി സ്റ്റേജിൽ ഉണ്ടാവുന്നത്. മനസ്സിലായല്ലോ. അഗെയിൻ ഇവിടെ അതിൻ്റെ ചേഞ്ചസ് വീണ്ടും വന്നു. ഇവിടെ പുതിയൊരു ലെയർ കൂടി അതിന് ഉണ്ടായിട്ടുണ്ട്. ആ ലെയറിനെ പറയുന്ന പേരാണ് സെക്കൻഡറി. ഇത് ഗ്രാനുലോസ സെൽ തന്നെയാണ് വീണ്ടും ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഫോളിക്കിളിനെ പറയുന്നതാണ് സെക്കൻഡറി ഫോളിക്കിൾ. മനസ്സിലായല്ലോ. സെക്കൻഡറി ഫോളിക്കിൾ ഗ്രോത്ത് സംഭവിച്ചു, അത് ട്രാൻസ്ഫോം ചെയ്യും, അതിന് കുറച്ച് ചേഞ്ചസ് ഒക്കെ ചെയ്യും. അത് കൺവേർട്ട് ചെയ്തതിന് ശേഷം ടെറിഷറി ഫോളിക്കിൾ ഉണ്ടാവും. സെയിം സംഭവം തന്നെയാണ്, ഇത് തന്നെയാണ്. ഇത് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവും, ട്രാൻസ്ഫോം സംഭവിച്ചിട്ട് ടെറിഷറി ഫോളിക്കിളാണ് ഈ കാണുന്ന റെഡ്. സോ ഇവിടെ ഒരു വേക്കൻ്റ് ആയിട്ടുള്ള സ്പേസ് കാണാൻ പറ്റുന്നുണ്ട്, ഒരു കേവിറ്റി കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ക്യാവിറ്റീനെ പറയുന്ന പേരാണ് ആൻഡ്രം എന്ന് പറയുന്നത്. മനസ്സിലായോ. അപ്പോൾ അവിടെ വരെ നോക്കി. അപ്പോൾ ഫസ്റ്റ് ബൈ ബർത്ത് നമുക്ക് എന്തുണ്ട്, നമുക്കുണ്ട് ഊഗോണിയ ഉണ്ട്. ഓക്കെ,
ഊഗോണിയിൽ നമ്മളൊരു സെല്ല് മാത്രം എടുക്കുന്നത് മിയോസിസ് 1 അതിൽ പ്രോഫേസ് 1 അവിടെ സ്റ്റക്കായിരിക്കുകയാണ്. അതിൽ വെച്ചിട്ട് അതിന് ഗ്രോത്ത് സംഭവിച്ചിട്ട് പ്രൈമറി ഊസൈറ്റ് ഉണ്ടായി. പ്രൈമറി യൂസൈറ്റ് ഉണ്ടായതിന് ശേഷം അതിന് ഒരു പുറത്ത് ഒരു കവറിങ് വന്നു. ഇവിടെയൊക്കെ ഗ്രോത്ത് അപ്പോഴും നടക്കുന്നുണ്ട് കേട്ടോ, ഗ്രോത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ടായി, പുറത്ത് ഒരു കവറിങ് അല്ലെങ്കിൽ ഒരു ലെയർ വന്നിട്ടുണ്ട്. അതിനെ പറയുന്നത്, ആ സെല്ലിനെ പറയുന്നിട്ടുള്ളത് ഗ്രാനുലോസ സെൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സെല്ലും കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരെന്താണ്, പ്രൈമറി ഫോളിക്കിൾ എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അത് ഏകദേശം 60,000 മുതൽ 80,000 വരെയാണ് പ്യൂബർട്ടി സ്റ്റേജിൽ ഉണ്ടാകുന്നത്. എഗെയിൻ ഗ്രോത്ത് സംഭവിച്ചു, പുതിയൊരു ലെയർ കൂടി വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് സെക്കൻഡറി ഫോളിക്കിളാണ്. ഈ ലെയറിന് പിന്നീട് ഒരു ട്രാൻസ്ഫോർമേഷൻ ചേഞ്ച് ഒക്കെ സംഭവിച്ചതിന് ശേഷം എന്തായിട്ട് മാറിയത്, ടെറിഷറി ഫോളിക്കിളായിട്ട് മാറി. മനസ്സിലായല്ലോ? സോ അവിടെ ഒരു ക്യാവിറ്റി ഉണ്ട്, ആ ക്യാവിറ്റിനെ പറയുന്നതാണ് ആൻഡ്രം. മനസ്സിലായല്ലോ? സോ ഇവിടെ വെച്ചിട്ട് നമ്മുടെ മിയോസിസ് 1 കഴിഞ്ഞു. പ്രൊഫേസിൽ സ്റ്റക്കായി എന്ന് പറഞ്ഞല്ലേ. സോ അത് ഇവിടെ എത്തുമ്പോൾ ഇവിടെ കഴിഞ്ഞു. ദെൻ മിയോസിസ് 2 ആണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. മിയോസിസ് 2 നടക്കുന്ന സമയത്ത് ഇവിടെ അത് സെപ്പറേറ്റ് ചെയ്തിട്ട് പോളാർ ബോഡി ഉണ്ടാവും. പോളാർ ബോഡി, ഓക്കെ, അതുവരെ ഒന്നും പറഞ്ഞാൽ രണ്ട് ഭാഗങ്ങളുണ്ടാവും. ഓക്കെ, 2 ഭാഗങ്ങളുണ്ടാവും. പോളാർ ബോഡി ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവുന്നത്, സെക്കൻഡറി ഊസൈറ്റും ഉണ്ടാവും. ഊസൈറ്റ്, ഓക്കെ. നമ്മൾ ആദ്യം പറഞ്ഞത് പ്രൈമറി യൂസൈറ്റ് ഉണ്ടാവണതല്ലേ, ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതിനുശേഷം ഇവിടെ പോളാർ ബോഡിയും സെക്കൻഡറി ഊസൈറ്റും ഉണ്ടാവും. ഓക്കെ, ഓ യെസ്, ഓക്കെ. അപ്പോൾ ഒന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ്ങിൽ പ്രൈമറി യൂസൈറ്റ്, പിന്നെ ക്യാവിറ്റിയുടെ പേരെന്താണ്, ആൻട്രം. അതിനുശേഷം എന്തായി, മിയോസിസ് 1 കഴിഞ്ഞു, മിയോസിസ് 2 വന്നു, ആൻഡ് സെക്കൻഡറി ഊസൈറ്റ്. മനസ്സിലായല്ലോ? അല്ലേ, ഓക്കെ. പോളാർ ബോഡി ഉണ്ടായി, അതേപോലെ തന്നെ സെക്കൻഡറി ഊസൈറ്റും ഉണ്ടായി. സെക്കൻഡറി ഊസൈറ്റ്, ഓക്കെ, സെക്കൻഡറി ഊസൈറ്റായി മാറി. മനസ്സിലായോ? ഓക്കെ. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ടെറിഷറി ഫോളിക്കിളില്ലേ, ടെറിഷറി ഫോളിക്കിൾ, ഈ ടെറിഷറി ഫോളിക്കിളിൻ്റെ പേരെന്ന് പറയുന്നത് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്നാണ്. ഈ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, മിയോസിസ് 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെറിഷറി ഫോളിക്കിളിൻ്റെ പേരെന്ന് പറയുന്നത് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്നുള്ളതാണ്. ഏതാ, ഇതാണോ? ഇല്ല, അത് ഞാൻ ചെറുതാക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ബോർഡിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ സെയിം തന്നെയാണ്. ഡെവലപ്മെൻറ്റ് എപ്പോഴും വലുതായി വരും തന്നെ ചെയ്യുള്ളൂ. ഓക്കെ, ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് വലുതാണ്. കാരണം ഇത് കുഞ്ഞൊരു പോളാർ ബോഡി ഉണ്ടാവും, ഇത് ഗ്രാഫിയൻ ഫോളിക്കിളായിട്ടുള്ള ഒരു ഭാഗം. അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങൾ ജസ്റ്റ് നോക്കിയാൽ ഇതെന്താണെന്ന് പറഞ്ഞാൽ പ്രൈമറി യൂസൈറ്റ് ആണല്ലോ. ഓക്കെ, ഇത് പ്രൈമറി യൂസൈറ്റും ഉണ്ട്. അതിന് ശേഷം പുറത്തൊരു കവറിങ് വന്നിട്ടുള്ളതാണ്, അത് അതിന് പറയുന്നതാണ് പ്രൈമറി ഫോളിക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ട് മറ്റേ പ്രൈമറി യൂസൈറ്റ് ഉണ്ട് കേട്ടോ, പ്രൈമറി യൂസൈറ്റ്, അതിൻ്റെ പുറത്തായിട്ട് പ്രൈമറി ഫോളിക്കിൾ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ പ്രൈമറി യൂസൈറ്റ് ഉണ്ട്, അതിനുശേഷം പ്രൈമറി ഫോളിക്കിൾ ഉണ്ട്, അതിനുശേഷം സെക്കൻഡറി ഫോളിക്കിൾ ഉണ്ട്. ഓക്കെ, ഇവിടെ എഗെയിൻ പറഞ്ഞ പ്രൈമറി ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. ഫസ്റ്റ് പ്രൈമറി ഊസൈറ്റ് ഉണ്ട്, അതിനുശേഷം ഓക്കെ ഏറ്റവും ആദ്യം നോക്കിയാൽ പ്രൈമറി ഫോളിക്കിൾ, അതിൻ്റെ കവറിങ് എന്തുട്ടാ അല്ല, ഓക്കെ, അതിന് മുന്നേ പ്രൈമറി യൂസൈറ്റ് ഇല്ലേ, പ്രൈമറി യൂസൈറ്റ്, പ്രൈമറി ഫോളിക്കിൾ, അതിനുശേഷം ആൻഡ്രം, അതിനുശേഷം സെക്കൻഡറിക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ട് അത് ടെറിഷറി ഫോളിക്കിൾ ആയിട്ട് മാറി. ഓക്കെ അല്ലേ? അതിനുശേഷം മിയോസിസ് 2 പോളാർ ബോഡി ആയിട്ട് മാറി, പിന്നെ സെക്കൻഡറി ഊസൈറ്റുമായി മാറി. ഈ സംഭവം ഇത് ഫുള്ളായിട്ട് സ്പ്ലിറ്റായിട്ടും മാറിയിട്ടുള്ളതാണ്. അല്ല, ഇത് ഇങ്ങനെയാണ് വരുന്നത്. അതിൽ ഇതിൻ്റെ ഫംഗ്ഷൻ പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഫംഗ്ഷൻ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ 2 ഭാഗങ്ങളായെന്ന് മനസ്സിലാക്കിയാണ്. മിയോസിസ് 2 സംഭവിച്ചപ്പോൾ ഒരു പോളർ ബോഡി ഉണ്ടായി, അതേപോലെ തന്നെ സെക്കൻഡറി യൂസൈറ്റ് ഉണ്ടായി. അതായത് ഈ പ്രൈമറി യൂസൈറ്റ് ഇല്ലേ, ഈ കുഞ്ഞു സാധനം, ആ സാധനമാണ് സെക്കൻഡറി യൂസൈറ്റ് ആയിട്ടുള്ളത്. അതിനെ ചുറ്റിയിട്ട് എന്തുണ്ട് ഇപ്പോൾ, അതിനെന്താ പറയുന്നത്, പ്രൈമറി ഫോളിക്കിളും ഉണ്ട്, അതിനുശേഷം ടെറിഷറി ഫോളിക്കിൾ ഉണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ പേരെന്താണ്, ഗ്രാഫിയൻ ഫോളിക്കിൾ എന്നാണ്. മനസ്സിലായല്ലോ? അതിനുശേഷം ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ ബ്രേക്ക് ആവും. ഗ്രാഫിയൻ ഫോളിക്കിൾ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രാഫിയൻ ഫോളിക്കിൾ ബ്രേക്ക് ആയതിനു ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്, ഓവുലേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാലാണ് ഓവുലേഷൻ സംഭവിക്കുന്നത്. എന്തുണ്ടാക്കുന്നുണ്ട്, പ്രൊജസ്ട്രോൺ ഉണ്ടാക്കുന്നുണ്ട്. ഈ പ്രൊജസ്ട്രോൺ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
മനസ്സിലായോ? എൻഡോമെട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരെ ഒന്നുകൂടി നോക്കിയേ. ഫസ്റ്റ് മുതൽ പറഞ്ഞേ, ഫസ്റ്റ് യൂഗോണിയ മിയോസിസ് 1, അതിൽ പ്രോഫേസ് 1 സ്റ്റക്കായി, അതിനുശേഷം ഗ്രോത്ത് ഉണ്ടായിട്ട് പ്രൈമറി ഊസൈറ്റ് ഉണ്ടായി. പ്രൈമറി ഊസൈറ്റിന് ഒരു പുറത്തൊരു ഗ്രാനുലോസ സെൽസ് വന്നിട്ട് അതിന് എന്തുണ്ടായി? പ്രൈമറി ഫോളിക്കിൾ എന്ന് പറഞ്ഞു. അത് എഗെയിൻ വേറൊരു കവറിങ് വന്നു, അതും ഗ്രാനുലോസ സെൽ തന്നെയാണ് കേട്ടോ, സെക്കൻഡറി ഫോളിക്കിൾസ് ആണ്. അതിൻ്റെ പേര് ഇവിടെ എത്തിയപ്പോൾ മാറി, എന്താണ്? ടെറിഷറി ഫോളിക്കിളാണ്. ബിക്കോസ് ദർ ഇസ് എ ട്രാൻസ്ഫോർമേഷൻ. എന്ത് സംഭവിച്ചിട്ടുണ്ട്? ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ ഒരു വേക്കൻറ്റ് പ്ലേസ് ഉണ്ട്, സ്പേസ് ഉണ്ട്, അതിന് പറയുന്നതാണ് ആൻഡ്രോ എന്ന് പറയുന്നത്. അതിനുശേഷം മിയോസിസ് 2 സ്റ്റാർട്ട് ചെയ്തു, വിച്ച് മീൻസ് മിയോസിസ് 1 അവിടെ എൻഡ് ചെയ്തു. മിയോസിസ് 2 സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം ഇത് പോളാർ ബോഡിയും അതുപോലെ തന്നെ സെക്കൻഡറി ഊസൈറ്റ് ആയിട്ട് മാറി. സെക്കൻഡറി ഊസൈറ്റിനെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കളറുള്ള സംഭവമല്ലേ, എന്താ കളറുള്ളത്? പ്രൈമറി ഫോളിക്കിൾ, അതിവിടെയുണ്ട്. അതേപോലെ തന്നെ റെഡ് കളറുള്ള സംഭവമല്ലേ, അതാണ് സെക്കൻഡറി ഫോളിക്കിൾ ആയിരുന്നു. അത് ഇവിടെ എത്തിയപ്പോൾ ടെറിഷറി ഫോളിക്കിൾ ആയിരുന്നു. അത് ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ പേരെന്താണ്? ഗ്രാഫിയൻ ഫോളിക്കിൾ എന്നുള്ളതാണ്. അങ്ങനെ അതെന്താവും? ഈ ഗ്രാഫിയൻ ഫോളിക്കിളാണ് ബ്രേക്ക് ആവുന്നത്. അപ്പോൾ കുറഞ്ഞ ഒരു സംഭവത്തിൽ നിന്ന് പ്രൊജസ്ട്രോൺ എന്താണ് റിലീസ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചിട്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിപ്പോൾ ജസ്റ്റ് ഈ സ്ട്രക്ചർ മാത്രം മനസ്സിലാച്ചാൽ മതി. അപ്പോൾ പ്രൊജസ്ട്രോൺ ഉണ്ടാവുന്നു, ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്നാണ് പറഞ്ഞത്? 14th ഡേ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 14th ഡേ ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. ചൈൽഡ് അല്ലെങ്കിൽ ഈ പറയുന്ന സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നല്ലൊരു സമയം എന്ന് പറയുന്നത് 14th ഡേ ആണ്. അതിൻ്റെ ആ സമയത്താണ് ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അവിടെ കുറച്ച് പ്രത്യേകത ഇന്നലെ ഞാൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെർവിക്കൽ കനാലില്ലേ, അത് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതാണ് നല്ലത്. അപ്പോൾ ഇതൊന്ന് നോക്കിയേ, ഈ സാധനം മനസ്സിലായി നോക്കിയേ. ഇത് മാത്രം നോക്കിയാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ഈ ഭാഗത്തുനിന്നുള്ള ഡീറ്റെയിൽ ഇനിയും ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ബേസിക് ആയിട്ട് ഈ കാര്യം നോക്കിയാൽ മതി. ഇത് വരച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കണ്ടന്റ് എഴുതാമല്ലോ. അപ്പോൾ ഇത് ഇത്രയും വരച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബൈ ബർത്ത് ദർ ആർ തൗസൻഡ്സ്, ഇപ്പോൾ ഞാൻ കുറച്ച് വരച്ചിട്ടുള്ളൂ. ദർ ആർ തൗസൻഡ്സ് ഓഫ് ഊഗോണിയ ഇൻ ഫീമെയിൽ ബോഡി എന്ന് പറയാം. ഫീമെയിൽ ബോഡിയിൽ തൗസൻഡ്സ് ഓഫ് യൂഗോണിയ ഉണ്ട്. അതിന് ശേഷം സംഭവിച്ചു മിയോസിസ് സംഭവിച്ചു. അങ്ങനെ അത് സ്ട്രക്ചറായിട്ട് അതേപോലെ തന്നെ എഴുതി പോയാൽ മതി. കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെ, അതും ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഞാൻ അതുകൊണ്ട് പറഞ്ഞു, അത് രണ്ടിനെയും പറഞ്ഞുതരാം. നമ്മുടെ സ്പെമറ്റോ ജെനസിസിനും പറഞ്ഞുതരാം, ഊസൈറ്റിനും പറഞ്ഞുതരാം. സെയിം സംഭവം തന്നെയാണ്, പക്ഷേ അതിൽ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ചെറിയ ചേഞ്ച് ഉണ്ടെന്ന് മാത്രം. അതും പറഞ്ഞുതരാം. അല്ലെങ്കിൽ എന്താ പറയുക, അപ്പോൾ പെട്ടെന്ന് അധികം നോക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കത് ഗ്രാസ്പ് ചെയ്യാൻ തോന്നില്ല, ഒന്നാമത് എടുക്കാൻ തോന്നില്ല. ഇതൊന്ന് വരച്ച് വെച്ചാൽ നിങ്ങൾ